വീരപ്പന്റെ കൂട്ടാളികളായ ബിലവേന്ദ്രൻ, സൈമൺ, മാടയ്യ, ജ്ഞാനപ്രകാശ് എന്നിവരുടെ ദയാഹർജി 2004-ൽ സമർപ്പിച്ചതാണ്. ഇത് തള്ളിയതാകട്ടെ 9 വർഷത്തിനു ശേഷം. ഡൽഹിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത ദേവേന്ദ്രപാൽ സിംഗ് ഭുല്ലർക്ക് മനോരോഗമാണെന്നായിരുന്നു ബന്ധുക്കളുടെ വാദം. ഈ ഹർജികളെല്ലാം ഒന്നിച്ചു പരിഗണിച്ച കോടതി വധശിക്ഷ സംബന്ധിച്ച് സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. Because of the delay and because of various other factors which the court considered, the court has commuted all these death sentences and said that it would be inhuman to execute the prisoners now. Their rights have been violated. പേരറിവാളിനടക്കം രാജീവ് ഗാന്ധി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 പേരുടെ ശിക്ഷയും ഇളവ് ചെയ്യാൻ സാധ്യത വർദ്ധിച്ചു. ഇവരുടെ ഹർജി ഈ മാസം 29-ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. The people convicted in Rajiv Gandhi case, I'm very hopeful, and I hope and I am sure the same standards will apply to them that the court has evolved today in commuting these 15 cases. തീവ്രവാദ കേസുകളിൽ ഇളവനുവദിക്കാനാകില്ലെന്ന സുപ്രീം കോടതിയുടെ മുന്നുത്തരവ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. Bhullar's case implies that you can torture a terrorist, and it is on that distinction that Bhullar was denied the benefit of the delay. The court has rightly said that that is not a valid distinction. ദയാഹർജി തള്ളുന്നതുവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളുകളെ ഏകാന്ത തടവിൽ പാർപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. ഡി. ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.